എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒറ്റപ്പെടുത്താനാണ് തീരുമാനമെങ്കിൽ ചേർത്ത് നിർത്താനാണ് നമ്മൾ മലയാളികളുടെ തീരുമാനം. ആരെക്കുറിച്ചാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ ബിഗ് ബോസിലെ മത്സരാർത്ഥി അനീഷിനെ കുറിച്ചാണ്. പ്രേക്ഷകരെ ചിലർ ഒരു ഫോട്ടോയും പങ്കുവച്ചിട്ടുണ്ട്. ഈ രണ്ട് ചിത്രങ്ങളിൽ സച്ചിൻ്റെയും അനീഷേട്ടൻ്റെയും ഡ്രസ് കളർ സെയിം ആയതുപോലും ഒരു യാദൃശ്ചികതയല്ല. അത് അനീഷേട്ടൻ്റെ കഴിവറിഞ്ഞ് ബിഗ് ബോസ് മനഃപൂർവ്വം കൊടുത്താണെന്ന് പറഞ്ഞ് സച്ചിൻ്റെയും അനീഷിൻ്റെയും ഫോട്ടോസ് വെച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ശരിക്കും ഇത് വായിച്ചിട്ട് എനിക്ക് ചിരിയാണ് വരുന്നത്. കാരണം സ്വയം എന്താ പറയുക, മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി വർക്കൗട്ടാക്കി മുന്നോട്ട് വന്ന മത്സരാർത്ഥിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്ന കളികളാണ് അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി ചെയ്യുന്നത്. ആദ്യത്തെ വീക്കും ഇപ്പോൾ രണ്ടാമത്തെ വീക്ക് കിച്ചൺ ടീമിലായിട്ടും ഫുൾ വഴക്കും കാര്യങ്ങളും ഇപ്പോൾ കിച്ചൺ ടീമിലാണ്. കഴിഞ്ഞ ആഴ്ച മുഴുവനും വഴക്കായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും മുഴുവനും ക്യാമറ അറ്റൻഷനും തന്നിലേക്ക് മാത്രം കേന്ദ്രീകരിക്കാൻ അനീഷിന് കഴിയുന്നുണ്ട്. അത് അനീഷിൻ്റെ കഴിവാണ്. മറ്റുള്ള എല്ലാ മത്സരാർത്ഥികളും ഈയാമ്പാറ്റകളെ പോലെ ഇങ്ങേരുടെ ഈ ഗെയിം സ്ട്രാറ്റജിയിൽ വീഴുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ ലൈവ് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ റിപ്പീറ്റ് അടിയുണ്ട്. എന്നാൽ കോണ്ടൻറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കാരണമൊന്നും ആരുടെയും സപ്പോർട്ട് കിട്ടില്ല. പക്ഷേ മാക്സിമം അടിയും അതിനുള്ളിലൊരു ഓളമൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടുള്ളൊരു സപ്പോർട്ട് അനീഷിന് കിട്ടും. പിന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ഒരു ഷോയിൽ മൊത്തത്തിൽ കാണുന്നത് ധൈര്യമുണ്ട്, നല്ല ധൈര്യമാണ്. തോന്നുന്നതെല്ലാം വിളിച്ചു പോകാനുള്ള ധൈര്യമുണ്ട്. ആൾക്കാർ വെളിയിലോട്ട് എടുത്ത് പുറത്തിടും എന്നുള്ള പേടിയൊന്നുമില്ല. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് വശങ്ങൾ ഇടയ്ക്കൊക്കെ പുറത്ത് വരുന്നുണ്ടെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അത് എനിക്കും തോന്നിയിട്ടുണ്ട്. ചില സമയങ്ങളിലൊക്കെ ഒരു സോഫ്റ്റ് അനീഷ്, ഈ കാണിച്ചു കൂട്ടലുള്ള അനീഷ് അല്ലാതെ ഒരു സാധാരണ അനീഷ് പുറത്ത് വരുന്ന പോലെയും തോന്നുന്നുണ്ട്. പിന്നെ ഫുൾ ആക്റ്റീവാണ്. എത്ര ഒച്ചയിട്ടിട്ടും അങ്ങനെ ശബ്ദമൊന്നും പോയിട്ടില്ല. ബാക്കിയുള്ളവരുടെ ശബ്ദമല്ല അവിടെ മൊത്തത്തിൽ പോയി കിടക്കുകയാണ്. ഇപ്പോൾ ബിഗ് ബോസ് വന്നപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടിട്ട് എൻ്റെ ശബ്ദത്തിന് തന്നെ ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. അപ്പോൾ അത്രയും അവിടെ കിടന്നിട്ട് ഒച്ചയും ബഹളം ഉണ്ടാക്കുന്ന അനീഷിന് ഒരു കുഴപ്പമില്ല. നല്ല സ്മാർട്ടായിട്ടോ കണ്ടിന്യൂസ് ഒച്ചയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെന്താ പറയുക, പലരും പല പേരുകളും ഇതും ഒക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ അതിൻ്റെ സെൻസിൽ എടുക്കുന്നുള്ളൂ. അതൊന്നും ഒരു വിക്ടിം കാർഡ് കളിക്കാനായിട്ട് ഒരിടത്തും യൂസ് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഷോയ്ക്ക് വേണ്ടി പൂർണ്ണമായിട്ടും തയ്യാറായി തന്നെ വന്നിരിക്കുന്നതാണ്. നമ്മുടെ രജിത് സാറിനെ കൂട്ട് അല്ലെങ്കിൽ ഡോക്ടർ റോമിനെ കൂട്ടൊക്കെ ഈ ഷോയ്ക്ക് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് അനീഷ്. വിജയം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് തോന്നിപ്പോകുന്നുണ്ട്. പിന്നെ സത്യസന്ധതയുണ്ട്. എല്ലാം സത്യസന്ധമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. പക്ഷേ ഈ സംസാരമാണ്